ഇപ്പോൾ കൊച്ചി മേയർ മിനിമോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പങ്കെടുത്താലും ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എന്നെ വിളിച്ച് എനിക്ക് അനുമോദനം നൽകുന്ന അല്ലെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും സ്വാഭാവികമായി നടത്തുന്ന ഒരു നന്ദി പറച്ചിൽ തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളൂ. കാരണം ഇപ്പോൾ ഞാൻ വിവിധ അസോസിയേഷനിൽ പങ്കെടുക്കുകയാണ്. അസോസിയേഷനിലെ അംഗങ്ങളാണ്. കൊച്ചിയുടെ മേയർ എന്ന രീതിയിൽ എനിക്ക് സ്ഥാനത്തേക്ക് വരാനായിട്ട് ഇവിടെ ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കാൻ പറ്റും. ഞാൻ സംസാരിക്കുന്നത് ഇതെൻ്റെ വോട്ടർമാർ കൂടിയാണ്. അപ്പോൾ നിങ്ങളാണ് എനിക്ക് ഈ സ്ഥാനത്തേക്ക് വരാൻ ഇടയാക്കിയത്. നിങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഞാൻ ജയിച്ച് ഇവിടെ എത്തിയത്. അപ്പോൾ നിങ്ങളാണ് എൻ്റെ വിജയശില്പികൾ. ഞാൻ ഈ സ്ഥാനത്തെത്താൻ നിങ്ങളാണ് കാരണക്കാരെന്ന് ആ രീതിയിലാണ് എല്ലായിടത്തും ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ KRSCയുടെ മീറ്റിംഗ് പോയപ്പോഴും അവിടെയും ആ രീതിയിലുള്ള ഒരു നന്ദി പറച്ചിലാണ് അവിടെ ഉണ്ടായത്. കേരളത്തിലെ എല്ലാ പിതാക്കന്മാരും വൈദിക ശ്രേഷ്ഠരും അൽമാരും അടങ്ങുന്ന ഒരു സഭയിൽ ചെന്നിട്ട് അവരെനിക്ക് തന്ന പിന്തുണയ്ക്ക്, അവരെനിക്ക് തന്ന സപ്പോർട്ടിന് എല്ലാ സമുദായത്തോടും എനിക്ക് സമയം കിട്ടുമ്പോൾ എല്ലാ സാമുദായിക നേതാക്കന്മാരോടും പൗരപ്രമുഖരോടും എല്ലാവരുടെയും വീടുകളിൽ ചെന്നും അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്ന അവസരത്തിലൊക്കെ നന്ദി പറയാറുണ്ട്. അതുപോലെ നടത്തിയ ഒരു നന്ദി പറച്ചിൽ മാത്രമാണ്. സഭയിൽ ഉയർത്തിയ ശബ്ദമാണ് പിന്നെ ഇത്തരത്തിലൊരു ഉത്തരമാണ് ഈ സ്ഥാനം. അല്ല, അങ്ങനെയല്ല. അതൊക്കെ ആ സമയത്ത് ഇപ്പോൾ സ്വാഭാവികമായും ഒരു കത്തോലിക്ക സഭയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ അതൊക്കെ സംസാരിക്കുക സ്വാഭാവികം മാത്രമാണ്. അത് ഞാൻ എല്ലാവരോടും, ഇപ്പോൾ ലത്തീൻ സഭയോട് മാത്രമല്ല, NSSനോടും SNDPയോടും മറ്റ് ഒരുപാട് വേർഷൻസ് ഉണ്ടല്ലോ, അവരോട് എല്ലാവരോടും പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ചെല്ലുമ്പോഴും ഇതേപോലെ സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിത് വിവാദമാക്കിയത്. കാരണം എന്നെ സംബന്ധിച്ച് ഇല്ല, ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് 4 പ്രാവശ്യമായി തുടർച്ചയായി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ജയിച്ചു വന്ന ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ പാർട്ടി തന്ന വലിയൊരു അംഗീകാരമാണിത്. ആ അംഗീകാരം തന്നെയാണ് ഇവിടെ എൻ്റെ മെറിറ്റായിട്ടുള്ളത്. ജാതികൾക്കും എൻ്റെ ഒരു ഇന്റർകാസ്റ്റ് മാരേജാണ്. അപ്പോൾ ഒരു ജാതിയുടെ മാത്രം വക്താവായിട്ട് എന്നെ കരുതുന്നത് പോലും ഞാനൊരു മതേതരത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ. കൊച്ചി മേയർ മിനിമോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തനിക്ക് മേയർ പദവി ലഭിക്കാൻ സഭ ഇടപെട്ടു എന്ന തരത്തിലുള്ള പ്രസ്താവനയുണ്ടായിരുന്നു. അതിനോട് കുറെ കൂടി വ്യക്തത വരുത്തുകയായിരുന്നു മിനിമോൾ. താൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വ്യക്തത വരുത്തുകയായിരുന്നു.